ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങോട്ടാകും യാത്ര എന്നൊക്കെ ഉണ്ടാകും അല്ലേ? എന്നാൽ ഓണത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമങ്ങളിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങണം. മലപ്പുറത്ത് എന്തായാലും ഉണ്ട് ഒരു ഓണപ്പുട. എന്താണ് ഓണപ്പുടയും എങ്ങനെയാണ് ഓണപ്പുട ഉണ്ടായതെന്നുമല്ലേ, അത് അറിയേണ്ട സ്ഥലത്ത് തന്നെ നമുക്ക് പോയി തന്നെ നേരിട്ട് കണ്ടറിയാം. അപ്പോൾ ഓണപ്പുട എന്ന പേര് എങ്ങനെ വന്നു എന്നതായിരിക്കും ചോദ്യം. അതിനുള്ള തുടക്കം തന്നെ ഈ കളരിയിൽ നിന്നാണ്. ഈ കളരിയുമായി ബന്ധപ്പെട്ടാണ് ഓണപ്പുട എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ചരിത്രം. ഓണപ്പുട എന്ന ആ ഗ്രാമത്തിൻ്റെ ചരിത്രം ഈ കളരിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് പറയാൻ അതിന് യോഗ്യനായ ഒരാൾ തന്നെയാണ് ഗോപി പണിക്കർ. എന്താണ് ഓണപ്പുട എന്ന ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം? പണ്ട് അച്ഛൻ്റെ ഒരു കാറായിരുന്നു. കുഞ്ഞൻ പണിക്കർ എന്നായിരുന്നു പേര്. അദ്ദേഹം നാടൊട്ടാകെ ഓണപ്പുടയും കളരി കൊണ്ട് നടന്നിരുന്നൊരു കാലം. വറുതിയുടെ കാലത്ത് അദ്ദേഹം ഈ അഭ്യാസമായി നടന്ന് ഇവിടെ നാട്ടുകാർക്കെല്ലാം വീട്ടിൽ വന്ന് ഓണപ്പുട കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം അന്ന് കൃഷിയായിരുന്നു പ്രധാനം. അപ്പോൾ കൃഷിയെല്ലാം കഴിഞ്ഞ് ഓണത്തിന് നാട്ടുകാർക്ക് സദ്യ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഓണപ്പുടയും കൊടുത്ത് ശീലിച്ചിരുന്നു. അങ്ങനെ ഓണപ്പുടവ എന്നുള്ളത് ഓണപ്പുടയും മാറി എന്നുള്ളതാണ് ചരിത്രം. ഏകദേശം ഒരു 500 വർഷത്തിലേറെ പഴക്കം ചെല്ലുന്നുണ്ട്. ഈ കളരിത്തറയും ഈ കൽവിളക്കും ഒക്കെ തന്നെ ഓണപ്പുടയുടെ ഓർമ്മകൾ ബാക്കിയാക്കുന്നതാണ്. ഒരുപാട് പേരൊക്കെ ഈ ഓണപ്പുടവ എന്താണെന്ന് അറിയാൻ വന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് പേര് വരാറുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് വരാറുണ്ട്. ഓണം ചരിത്രം അന്വേഷിച്ച് വരാറുണ്ട്. അതായത് ഒരു ഗ്രാമത്തിന് നമ്മുടെ ഒരു പുടവ നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന കൗതുകത്തിനപ്പുറത്തേക്കൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ കൗതുകമായിരിക്കും എല്ലാവരും തിരയുന്നത്. അതെ, തീർച്ചയായിട്ടും നല്ല കൗതുകമായിട്ടൊരു പേരും നാടും അഭിമാനം തന്നെയാണ്. എന്തായാലും ഓണക്കോടിയിൽ ഓണപ്പുടയിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു സാക്ഷാത്കാരമായിരിക്കുകയാണ്. ഒരു കൗതുകത്തിനും അപ്പുറത്തേക്ക് ആ സ്ഥലവുമായി നമ്മുടെ കൊച്ചു ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗൃഹാതുരത്വം ഓർമ്മകൾ കൂടിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അനീസ് തോട്ടയ്ക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.